ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ? കൊച്ചു കള്ള ഒന്നും അറിഞ്ഞില്ലല്ലേ. സൂചിച്ചാന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി, കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണോ. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിച്ചത് പാത്തിരുന്ന് കളിക്കും. അവൻ ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു. ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ടുപാടിയ ട്രോഫി? നടക്കില്ല വിനു. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അയ്യോ, എന്ത് അടിമാലി ഫാമിലിയോ? സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. നിങ്ങൾ പറയുന്നത് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് മിസ്റ്റർ മുകുന്ദൻ. രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതെല്ലാം ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. ഇവിടെ ചിലതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതൊക്കെ ചുമ്മാതായിരിക്കും അല്ലേ. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചിച്ചാന്റെ പൊട്ടും കണ്ണ് എഴുതിയേക്കണ സൂചിച്ചാന്റെ ഫോട്ടോ. പോടേ. സാറിനെ ദൈവം കഷ്ടപ്പെടുത്തും, അല്ല കാപ്പാത്തും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.